I greet each and every one of you that is joining here in the Zoom meeting in the precious name of the Lord Jesus Christ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഞാൻ ഈ സൂം മീറ്റിംഗിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. With these few words, I would like to draw your attention to the Word of God. നമുക്ക് എല്ലാവർക്കും ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധകളെ തിരിക്കാം. Let us turn to the book of 1 Timothy, chapter number 1 and verse number 15. 1 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15-ാം അധ്യായ വാക്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധകളെ തിരിക്കാം. 1 തിമോഥെയോസ് 1:15. I think Brother Albert Williams, he just mentioned the scripture. പാസ്റ്റർ ആൽബർട്ട് വില്യംസ് ഇപ്പോൾ നമ്മളോട് അതിനെക്കുറിച്ച് ചെറുതായി സൂചിപ്പിക്കുകയുണ്ടായി. It says, "This is a faithful saying and worthy of all acceptation that Christ Jesus came into the world to save sinners, of whom I am chief." 1 തിമോഥെയോസ് 1:15 ഇപ്രകാരം പറയുന്നു, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. May the Lord add His blessing to the reading of His word. കർത്താവ് യേശു ക്രിസ്തു സകല അനുഗ്രഹവും നമ്മൾക്ക് നൽകിയാട്ടെ. Let us pray. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. Gracious and loving Heavenly Father, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, thank you for the opportunity that you have given us this evening. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ഈ അവസരം നൽകിയതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. Father, we pray that you will anoint our lips to speak your word that is already anointed. കർത്താവേ, ഞങ്ങളുടെ നാവുകളെ കർത്താവേ ഹല്ലേലൂയ അങ്ങയുടെ അഭിഷേകത്താൽ നിറയ്ക്കുവാൻ ഇടവരുത്തണേ. Anoint every ears to hear your word and every hearts to receive your word. എല്ലാ കാതുകളെയും കർത്താവേ ഹല്ലേലൂയ എല്ലാ മനസ്സുകളെയും കർത്താവേ അങ്ങ് അഭിഷേകത്താൽ നിറയ്ക്കുവാനും അങ്ങയുടെ വചനത്തെ പൂർണ്ണമായി സ്വീകരിക്കുവാനും ഇടവരുത്തണമേ. Anoint every lives to be changed, to be transformed by your word. കർത്താവേ, അങ്ങയുടെ വചനത്താൽ എല്ലാ ഹൃദയങ്ങളും എല്ലാ ജീവിതവും കർത്താവേ രൂപാന്തരത്തിലേക്ക് കടന്നു വരുവാൻ ഇടവരുത്തണമേ. We bind all the power of darkness in the name of the Lord Jesus Christ. ഇരുട്ടിന്റെയും അന്ധകാരത്തിന്റെയും എല്ലാ ശക്തികളെയും കർത്താവേ അങ്ങയുടെ കർത്താവ് വിലയേറിയ നാമത്തിൽ ഞങ്ങൾ ബന്ധിക്കുന്നു. May the liberty of your blessed Holy Spirit be with us. കർത്താവ് അങ്ങയുടെ അഭിഷേകത്താലും കർത്താവേ അങ്ങയുടെ ആത്മാവിനാലും കർത്താവ് ഞങ്ങളെ കർത്താവ് വഴി നടത്തണം. കർത്താവേ, whatever you have planned to do through this message, I pray, Heavenly Father, that you will do in the lives of your people. കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കർത്താവെ അങ്ങ് ഉദ്ദേശിച്ചത് പോലെ തന്നെ കർത്താവെ എല്ലാവരുടെ ജീവിതത്തിലൂടെ കർത്താവ് ഈ മെസ്സേജിൽ കർത്താവ് അങ്ങ് പരിവർത്തിക്കണം. ദൈവമേ, we love you and we thank you. കർത്താവ്, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. In Jesus Christ's name we pray. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. Amen. ആമേൻ. Apostle Paul, writing to Timothy, he says something about Jesus Christ. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് ചില കാര്യങ്ങൾ പൗലോസ് പറയുവാനിടയായി. First of all, he begins the scripture by saying, "This is a faithful saying and worthy of all acceptation." അപ്പോസ്തലനായ പൗലോസ് ഈ വാക്യം ഇപ്രകാരമാണ് പറഞ്ഞു തുടങ്ങുന്നത്, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം. This is a faithful saying means nobody can deny it. It is a true statement. വിശ്വാസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ആർക്കും ഒരിക്കലും ഡിനൈ ചെയ്യാൻ പറ്റാതെ ആർക്കും ഇതിനെക്കുറിച്ച് തള്ളിക്കളയാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. And then he says this statement is worthy of all acceptation, which means nobody can deny it. പിന്നെ പൗലോസ് അപ്പോസ്തലൻ പറയാൻ ആഗ്രഹിക്കുന്നതെന്നാൽ എല്ലാവർക്കും അംഗീകരിപ്പാൻ യോഗ്യമായ ഒരു വചനമാണ് ഈ വചനം എന്നുള്ളത്. So what is that statement, that true statement? അപ്പോൾ എന്താണ് ഈ വിശ്വാസവും എല്ലാവർക്കും അംഗീകരിക്കുമായ ഈ വചനം? What is that statement that nobody in this world can deny it? ആർക്കും ഒരിക്കലും തള്ളിക്കളയുവാൻ പറ്റാത്തതായിട്ടുള്ള ആ വചനം എന്താണ്? That statement is Christ Jesus came into this world to save sinners. ആ വചനം എന്തെന്നാൽ ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളതാണ്.
So many times people have their own conception or understanding about this personality, Jesus Christ. യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തെ കുറിച്ച് ഓരോ വ്യക്തികൾക്കും അവരുടേതായ രീതിയിലുള്ള ധാരണകളുണ്ട്. Many people say he was a good man. പലരും പറയുന്ന യേശുക്രിസ്തു നല്ലവനായ ഒരു വ്യക്തിയാണ്. They keep him in the place where they keep, people like, Mahatma Gandhi and great leaders of this world. മഹാത്മാഗാന്ധിയും പല വിശേഷപ്പെട്ട അല്ലെങ്കിൽ വലിയ നേതാക്കന്മാരുടെ ഒരു സ്ഥാനമാണ് പലരും യേശുക്രിസ്തുവിനെ കൊടുക്കുന്നത്. They just consider him to be some human being that lived on this earth and did good things to the people. ചിലർ യേശുക്രിസ്തുവിനെ കുറിച്ച് ധരിച്ചിരിക്കുന്നത് യേശുക്രിസ്തു ഒരു മനുഷ്യനായ ഒരു വ്യക്തിയാണ്, യേശുക്രിസ്തു ലോകത്ത് ജീവിച്ചു, ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളൊരു വ്യക്തിയെ പോലെയാണ് യേശുക്രിസ്തുവിനെ കണ്ടിരിക്കുന്നത്. But if we have to have if we have to have the right understanding about Jesus Christ, we need to go to the Holy Scriptures, the Bible. പക്ഷേ യേശുവിനെക്കുറിച്ച് പൂർണ്ണമായ ഒരു ബോധ്യം നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ ഈ വിശുദ്ധ പുസ്തകത്തിലേക്ക് നമുക്ക് നമ്മുടെ കണ്ണുകൾ ഓടിക്കേണ്ടിയിരിക്കുന്നു. Many people can have their own understanding about this personality. പലർക്കും യേശുവിന്റെ സ്വഭാവത്തെ കുറിച്ച് അവരുടേതായ രീതിയിലുള്ള ധാരണകളും മുൻവിധികളും ഒക്കെ ഉണ്ടാകാം. But it is very important what the word of God says about this personality. പക്ഷേ വളരെ പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്തെന്നാൽ വിശുദ്ധ വേദപുസ്തകം യേശുക്രിസ്തുവിനെ കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ളതാണ്. I would like to deal with this scripture with 4 very important questions. 4 പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൂടെ ഞാൻ നിങ്ങളെ ഇതിനെക്കുറിച്ച് സംസാരിക്കാം. First of all, this scripture, it talks about a personality who has a name. ആദ്യമായി ഈ വചനം നമ്മളെ സൂചിപ്പിക്കുന്നത് ഒരു സ്വഭാവമാണ്, ഒരു നാമമുള്ള ഒരു വ്യക്തിയുടെ സ്വഭാവമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. It is not talking about somebody who is mysterious and a personality without any name. ഒരു പേരോ അല്ലെങ്കിൽ ഒരു നാമമോ ഇല്ലാത്തൊരു വ്യക്തിയെ കുറിച്ചല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. നേരെ മറിച്ച് ഒരു നാമവും അതായത് ഒരു പേരുമുള്ള ഒരു വ്യക്തിയെ കുറിച്ചാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് സൂചിപ്പിക്കുന്നത്. So Jesus Christ is a name that definitely identifies or points to a real personality. യേശുക്രിസ്തു എന്നുള്ളൊരു പദം അല്ലെങ്കിൽ ഒരു നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. Nobody can deny the life of Jesus Christ on this earth. ഈ ഭൂമിയിൽ യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ കുറിച്ച് ഒരു വ്യക്തിക്ക് പോലും അതിനെ തള്ളിക്കളയുവാനോ അല്ല തിരസ്കരിക്കുവാനോ കഴിയുകയില്ല. Because the history testifies about his life on this earth. കാരണം എന്തെന്നാൽ ചരിത്രം യേശുക്രിസ്തുവിന്റെ ഭൂമിയിലുള്ള ജീവിതത്തെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. That is why when we read the history books, അതുകൊണ്ടാണ് നമ്മൾ ചരിത്ര പുസ്തകങ്ങൾ വായിക്കുമ്പോൾ when they mention the timeline and the year, they say before Christ, BC and AD. അതുകൊണ്ടാണ് ചരിത്രത്തിന്റെ താളുകളിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ബിഫോർ ക്രൈസ്റ്റ്, അത് യേശുവിന് മുമ്പുള്ള കാലങ്ങളും യേശുവിന് പിമ്പുള്ള കാലങ്ങളും എന്ന ചരിത്രത്തെ തന്നെ നമുക്ക് വേർതിരിച്ചായി കാണാം. So the entire history of this world is divided into 2, before Christ and after Christ. അതുകൊണ്ട് ചരിത്രത്തിന് മുഴുവനായി തന്നെ 2 രീതിയിലാണ് വിഭജിച്ചിരിക്കുന്നത്. ഒന്ന് യേശുക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പും, രണ്ടാമത്തേതായിട്ട് യേശുക്രിസ്തുവിന്റെ ജനനത്തിന് ശേഷവും. Nobody can deny the existence of Christ and actually prove it. ആർക്കും യേശുക്രിസ്തുവിന്റെ ഈ ജീവിതത്തെ കുറിച്ച് ഒരു സംശയമോ അല്ലെങ്കിൽ ആർക്കും അതിനെ തള്ളി പറയുവാനോ കഴിയുകയില്ല. Because he is the one who divided the history. കാരണം എന്തെന്നാൽ യേശുക്രിസ്തുവാണ് ഈ ചരിത്രത്തെ രണ്ടായിട്ട് വിഭജിച്ചിരിക്കുന്നത്. No power on this earth can cancel or deny the existence of Christ. ഭൂമിയിലുള്ള ഒരു ശക്തിക്കും യേശുക്രിസ്തുവിന്റെ ജീവിതത്തെയോ അല്ലെങ്കിൽ യേശുക്രിസ്തു ഉണ്ടായിരുന്നു എന്നുള്ള ആ കാര്യത്തിന് ഒരു തർക്കമായിട്ട് ഒരു ശക്തിക്കും പറയുവാൻ കഴിയുകയില്ല. Sometimes people may argue, but their arguments will fail. ഒരുപക്ഷെ പലപ്പോഴേ നമ്മൾ കാണാൻ പല രീതിയിലുള്ള ആൾക്കാരും ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്, പക്ഷേ പക്ഷേ ബൈബിൾ എന്താണ് പറയുന്നത് എന്നാൽ ഇത് വിശ്വാസ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. And it's worthy of all acceptation. Nobody can deny it. എല്ലാവർക്കും അംഗീകരിക്കുവാൻ കഴിയുന്ന ഒരു വചനവും കൂടിയാണത്. That Christ Jesus came.
അതായത് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നു എന്നുള്ള വചനം. See, the scripture doesn't say Christ Jesus was born, but here the scripture says Christ Jesus came. ബൈബിൾ ഇപ്രകാരം പഠിപ്പിക്കുന്നു, യേശു ക്രിസ്തു ജനിച്ചു എന്നല്ല, യേശു ക്രിസ്തു കടന്നു വന്ന എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. It is true that he was born in flesh and blood in the womb of a woman, but here the scripture says he came. ഒരു സ്ത്രീയുടെ ഉദരത്തിൽ യേശു ക്രിസ്തു ജനനം കൊണ്ടു എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. എങ്കിലും ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നു എന്നുള്ള കാര്യമാണ്. See, when will we say someone came? നമ്മൾ എപ്പോഴാണ് ഒരു മനുഷ്യൻ കടന്നു വന്നു എന്ന് പറയുന്നത്? If we say someone came, it means they already existed before coming. ഒരു മനുഷ്യൻ കടന്നു വന്നു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ മനുഷ്യൻ അവിടെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. If a person doesn't exist, he cannot come. ഒരു മനുഷ്യൻ ഭൂമിയിൽ അല്ലെങ്കിൽ ഇവിടെ നമ്മളുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല എങ്കിൽ ആ മനുഷ്യൻ ഒരിക്കലും പിന്നെയും കടന്നു വരുവാൻ കഴിയില്ല. So everyone who comes, first of all, basically they have to exist. അതുകൊണ്ട് എല്ലാവരും കടന്നു വരണമെങ്കിൽ ആദ്യമായി ആ വ്യക്തി അവിടെ ഉണ്ടായിരിക്കണം. So when Christ Jesus came 2000 years before to this world, we need to understand he existed before he came. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ചിന്തിക്കാനുള്ളത്, നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു കടന്നു വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനു മുമ്പ് യേശു ക്രിസ്തു ഇവിടെ ഉണ്ടായിരുന്നിട്ടുണ്ട്. Just because Christ Jesus was born into this world as a human personality, it doesn't mean anyone can deny his pre-existence before his birth. യേശു ക്രിസ്തു ഭൂമിയിൽ ഒരു മനുഷ്യനായിട്ട് ജനിച്ചു എന്നുള്ള കാരണം കൊണ്ട് ഒരു വ്യക്തിക്കും യേശു ക്രിസ്തു അതിനു മുന്നേ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിഷേധിക്കുവാൻ കഴിയുകയില്ല. So that's why the scripture very clearly says Christ Jesus came. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം വളരെ കറക്റ്റ് ആയിട്ട് പറയുന്നത് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നു. He came means he existed before. യേശു ക്രിസ്തു കടന്നു വന്നു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യേശു ക്രിസ്തു ഇതിനു മുമ്പേ ഇവിടെ ഉണ്ടായിരുന്നു. That is why we read in the same book of 1 Timothy. അതുകൊണ്ടാണ് 1 തിമോഥെയോസിന്റെ ഈ ലേഖനത്തിൽ നമ്മൾ കാണുവാൻ കഴിയുന്നത്, chapter number 3, 3-ാം അധ്യായം and in verse number 16, 16-ാമത്തെ വാക്യം, the same apostle Paul, അതേ അപ്പോസ്തലനായ പൗലോസ് writing to the same Timothy, അതേ തിമോഥെയോസിന് ഇപ്രകാരം എഴുതുന്നു, by the inspiration of the same Holy Spirit, പരിശുദ്ധാത്മാഭിഷേകത്താൽ തന്നെ he writes and he says, and without controversy, great is the mystery of godliness. God was manifest in the flesh. അപ്പോസ്തലനായ പൗലോസ് 16-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതുന്നു, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമവണ്ണം വലിയതാകുന്നു. Without controversy, great is the mystery of godliness. അതായത് ഒരു സംശയത്തിനും ഒരു ഉടലെടുക്കാതെ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. Many times people create controversy about the birth and the life of Jesus Christ. പല സന്ദർഭങ്ങളിലും പല വ്യക്തികൾ യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചും യേശുക്രിസ്തുവിന്റെ ജീവിതത്തെക്കുറിച്ചും പല രീതിയിലുള്ള സംശയാസ്പദമായ കാര്യങ്ങൾ ഉണ്ടാക്കുന്നു. So people who create such controversies, they are very ignorant people. ഈ രീതിയിലുള്ള പല സംവാദങ്ങളും സംശയങ്ങളും ഉണ്ടാക്കുന്ന വ്യക്തികൾ പൂർണ്ണമായി ദൈവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. They just want to deny the facts that are out there very plain and clear. വളരെ സ്പഷ്ടമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ അവർക്ക് തള്ളിക്കളയുന്നതിന് വേണ്ടിയാണ് അവർ ഇപ്രകാരമുള്ള സംശയങ്ങളും സംവാദങ്ങളും ഉണ്ടാക്കുന്നത്. But the word of God very clearly says, പക്ഷേ വേദപുസ്തകം വളരെ കൃത്യമായി പറയുന്നു, without controversy, great is the mystery of godliness. എല്ലാവർക്കും സമ്മതമവണ്ണം വലിയതായിരിക്കുന്നു ഈ മർമ്മം. And that great mystery without controversy is God was manifest in the flesh. എല്ലാവർക്കും സമ്മതിക്കാവുന്ന രീതിയിലുള്ള ഈ വലിയ ദൈവഭക്തിയുടെ മർമ്മം എന്തെന്നാൽ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. Now if we go back to the scripture that we read before,
നമ്മൾ ആദ്യം വായിച്ച ആ വചനത്തിലേക്ക് നമ്മുടെ ചിന്തകളെ കടന്നു വരുമ്പോൾ we can understand why the scripture says Christ Jesus came. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും യേശു ക്രിസ്തു എന്തുകൊണ്ടാണ് കടന്നു വന്നു എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. So Christ Jesus is the God, the one true God of the Bible. ഈ കർത്താവായ യേശു ക്രിസ്തുവാണ് ഈ വേദപുസ്തകത്തിൽ മുഴുവൻ നീളവും പറഞ്ഞിരിക്കുന്ന ഏകസത്യ ദൈവമായ യേശു. And we need to understand the God of the Bible, he is a spirit God. നമ്മൾക്ക് ചിന്തിക്കാനുള്ള കാര്യം എന്നാൽ ഈ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവം ഒരു ആത്മാവാകുന്നു. John chapter number 4 verse number 24 very clearly says God is a spirit. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നു ദൈവം ആത്മാവാകുന്നു. But if a spirit cannot live in this natural world. പക്ഷെ ഒരു ആത്മാവിന് ഒരിക്കലും ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയില്ല. He can exist in an invisible form. ഒരു അദൃശ്യമായ രീതിയിൽ ഈ ആത്മാവിനെ ഈ ഭൂമിയിൽ ഉണ്ടാകുവാൻ കഴിയും. If he has to live in a physical form, he has to come in a physical body. ഒരു പ്രാകൃതമായ രീതിയിൽ അല്ലെങ്കിൽ ജഡികമായ രീതിയിൽ ഒരു ആത്മാവിന് വസിക്കണമെങ്കിൽ ആത്മാവ് ഒരു ജഡം അല്ലെങ്കിൽ ഒരു ഈ ഭൂമിയിലേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു. That's why the Almighty God, അതുകൊണ്ടാണ് സർവശക്തനായ ദൈവം, the creator of the universe, ഈ സർവ്വലോകത്തിന്റെയും സൃഷ്ടിതാവ്, the creator of everything that we see and experience in this world, നമ്മൾ കാണുന്നതും അനുഭവിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളുടെയും സൃഷ്ടിതാവായ സർവശക്തനായ ദൈവം, when he wanted to come into this world in a physical form, he came just like you and me. ഈ ഭൂമിയിലേക്ക് ഒരു ജഡീകമായ ജഡമായി കടന്നു വരുന്നതിന് വേണ്ടിയാണ് നമ്മളെല്ലാവരുടെയും രൂപത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നത്. So the almighty invisible spirit God of the scriptures, the Holy Bible, അതുകൊണ്ട് ഈ നമ്മൾ ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്ന വലിയവനായും സർവശക്തനുമായ ആത്മാവായിരിക്കുന്ന ദൈവം, he is the eternal God. ഈ ദൈവമാണ് എന്നേക്കുമുള്ള ദൈവം. He has no beginning and he has no end. ഈ ദൈവത്തിന് ഒരു ആദ്യമോ അന്തമോ ഇല്ല. He is an almighty God. ഈ ദൈവം വലിയവനായ ഒരു ദൈവമാണ്. He is an omnipotent God, all powerful God. എല്ലാ ശക്തിയും അടങ്ങിയിരിക്കുന്ന ഒരു ദൈവമാണ്. He is an omniscient God who is all knowing God. എല്ലാം അറിയുന്ന ഒരു ദൈവമാണ്. So that God, when he came into this world, he took the form of a human flesh. അതുകൊണ്ട് ഈ സർവ ക്വാളിറ്റീസ് അടങ്ങിയിരിക്കുന്ന ഈ ദൈവം ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു മനുഷ്യന്റെ രൂപത്തിലേക്ക് കടന്നു വന്നു. See, that is why Christ Jesus became the only personality, greatest personality in the history. ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ചരിത്രത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു വലിയ ഒരു സ്വഭാവം അല്ലെങ്കിൽ വലിയ ഒരു പ്രസൻസ് കർത്താവായ യേശു ക്രിസ്തുവിന് ചരിത്രത്തിൽ ഉണ്ടായിരുന്നത്. Yeah, that's why we read in the scriptures that his birth is supernatural. അതുകൊണ്ടാണ് നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നത് കർത്താവിന്റെ ജനനം എന്നുള്ളത് ഒരു വളരെ വലിയതായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഒരിക്കലും ഒരു സാധാരണ രീതിയിലുള്ള ഒരു കാര്യമല്ല. So the invisible God came in a visible form. അദൃശ്യമായ ഈ ദൈവം ഒരു ദൃശ്യമായ രൂപത്തിൽ ഭൂമിയിലേക്ക് കടന്നു വന്നു. That's what the scripture says. God, the spirit God, was manifest in the flesh. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം പ്രകാരം പറയുന്നത് ആത്മാവായിരിക്കുന്ന ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. But when he came in flesh, his name was called as Jesus Christ. ഈ ജഡസ്വഭാവമുള്ള ഈ യേശു ജഡത്തിൽ കടന്നു വന്നപ്പോൾ ആ ദൈവത്തിന്റെ പേരാണ് യേശു. Jesus Christ is the name of the one true God of the Bible. യേശു ക്രിസ്തു എന്നുള്ളത് ഈ സർവശക്തനായ ദൈവത്തിന്റെ നാമമാകുന്നു. He came to reveal the name of God.
ദൈവത്തിന്റെ നാമം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നത്. That is why there is all power and authority in this name. അതുകൊണ്ടാണ് ഈ നാമത്തിൽ സകല ശക്തിയും ഈ നാമത്തിൽ അടങ്ങിയിരിക്കുന്നത്. This name has got the power to save us. ഈ നാമത്തിന് നമ്മളെ രക്ഷിക്കുന്നതിനുള്ള ശക്തിയുണ്ട്. This name has got the power to heal us. നമ്മളെ സൗഖ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ശക്തി ഈ നാമത്തിനുണ്ട്. This name has got the power to deliver us. നമ്മളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ശക്തി ഈ നാമത്തിനുണ്ട്. This name has got the power to change us. നമ്മളെ ഒരു മാറ്റം, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം കടന്നു വരുത്തുന്നതിന് വേണ്ടിയുള്ള ശക്തി നാമത്തിനുണ്ട്. Because all the power and all the authority is in that name. എല്ലാ ശക്തിയും എല്ലാ അധികാരവും അടങ്ങിയിരിക്കുന്നത് ഈ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിനാണ്. The scripture very clearly says, വേദപുസ്തകം വളരെ സ്പഷ്ടമായി നമ്മളോട് പറയുന്നു, every knee in heaven, in earth and underneath the earth shall bow down to this name. എല്ലാ മുഴങ്കാലുകളും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിന് മുമ്പാകെ മടങ്ങുമെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. Every tongue in heaven, in earth and underneath the earth, they shall confess this name. സ്വർഗത്തിലെയും ഭൂലോകത്തിലെയും അധോലോകത്തിലെയും എല്ലാ മുഴങ്കാലുകളും എല്ലാ നാവും ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് മുമ്പിൽ മടങ്ങും. There is no name that is equal to this name. ഈ നാമത്തിന് തുല്യമായി വേറെ ഒരു നാമവുമില്ല. There is no name that is above this name. ഈ നാമത്തിന് മുകളിലായും ഒരു നാമമില്ല. This is the only name. ഈ ഒരു നാമമാണ് ഏകനാമം. ഈ നാമം മാത്രമേ ഉള്ളൂ. Of the only true God in the Bible, the Holy Scriptures. ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ ഏകനാമം അല്ലെങ്കിൽ യേശു ക്രിസ്തു എന്ന ഒരു നാമം മാത്രമേ ഈ ദൈവത്തിനുള്ളൂ. So first of all, we need to understand he came because he is the God who manifests in the flesh. അപ്പോൾ ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദൈവം എന്തുകൊണ്ട് കടന്നു വന്നെന്നാൽ ഈ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു യേശു ക്രിസ്തു എന്ന നാമത്തിൽ. So where did he come? എവിടെയാണ് ഈ ദൈവം കടന്നു വന്നത്? See, if we say somebody has come, it means they have come to a certain place. നമ്മൾ ഇപ്രകാരം ചിന്തിക്കണം, ഒരു വ്യക്തി കടന്നു വന്നു എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് കടന്നു വന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. Whenever we leave our house to go somewhere, we have a definite destination in our mind. നമ്മൾ നമ്മുടെ ഭവനം വിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾക്ക് ഒരു ലക്ഷ്യസ്ഥാനം ഉണ്ടാകും. Like there is a definite place of departure, there is always a definite place of arrival. ഒരു ആഗമനത്തിന് ഒരു സ്ഥലം ഉള്ളതുപോലെ നമ്മൾ ചെന്നെത്തപ്പെടേണ്ടുന്ന ഒരു സ്ഥലവും ഉണ്ട്. This scripture very clearly says Christ Jesus came into this world. ഈ വചനം കൃത്യമായി പറയുന്നു യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നു എന്നുള്ളത്. There are many different locations in this universe. ഈ ഭൂലോകത്തിൽ പല സ്ഥലങ്ങളുമുണ്ട്, പല ലൊക്കേഷൻസും ഉണ്ട്. We need to understand the earth is so small when we compare it to the expanse of the universe that God has created. ഈ ഭൂലോകത്തെയും കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഭൂമി അല്ലെങ്കിൽ ലോകം എന്നുള്ളത് വളരെ ചെറിയ ഒരു സംഗതിയാണ്. But when the Almighty God wanted to come, he came to this world, to this earth. ഈ സർവശക്തനായ ദൈവം കടന്നു വരുന്നതിന് വേണ്ടി എടുത്ത സ്ഥലം എന്നുള്ളത് ഈ ലോകമാണ് അല്ലെങ്കിൽ ഭൂമിയാണ്. For example, the science says there are 9 planets on this universe. ഈ ശാസ്ത്രം പറയുന്നു ഈ ഭൂലോകത്ത് 9 പ്ലാനറ്റ്സ് ഉണ്ടെന്ന്, ഗ്രഹങ്ങളുണ്ട്. Say Mercury, Venus and Pluto and so many different planets. മെർക്കുറി, വീനസ് അങ്ങനെ പല രീതിയിലുള്ള ഗ്രഹങ്ങൾ നമ്മുടെ ഈ ഭൂലോകത്തുണ്ട്. Now man is trying to go to space and establish his life there. ഈ സമയത്ത് നമ്മൾ കാണാൻ കഴിയുന്നു പല വ്യക്തികളും ഈ പല ഗ്രഹങ്ങളിൽ പോകാനൊക്കെ ആഗ്രഹിക്കുന്നുള്ള ന്യൂസ് ഒക്കെ നമുക്ക് കാണുവാൻ കഴിയും. But I believe all those things they will not materialize. ആ കാര്യങ്ങളൊന്നും ഒരിക്കലും ഒരു യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വരികയില്ല. Because man is someone that is attached to this earth.
കാരണം എന്തെന്നാൽ ഒരു വ്യക്തി എന്ന രീതിയിൽ, ഒരു മനുഷ്യൻ എന്ന രീതിയിൽ എപ്പോഴും ഈ ഭൂമിയിലേക്കാണ് ആ മനുഷ്യൻ ആകർഷിക്കപ്പെട്ടിരിക്കുന്നത്, His, അല്ലെങ്കിൽ കണക്ട് ആയിരിക്കുന്നത്. his living, his existence he will always be connected to this earth. ഒരു മനുഷ്യന്റെ അവന്റെ ജീവിതവും എല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നത് ഈ ഭൂമിയിലാണ്. Maybe for an excitement he can go, but his life is totally connected to this earth. ഒരു ആശ്ചര്യത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു 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 ആഗ്രഹത്തിന്റെ പുറത്ത് ഒരു പക്ഷേ ഒരു മറ്റ് ഗ്രഹങ്ങളിലേക്കൊക്കെ സഞ്ചരിക്കാമെങ്കിലും ഒരു മനുഷ്യൻ എന്ന രീതിയിൽ അവന്റെ ജീവിതം കണക്ട് ആയിരിക്കുന്നത് ഈ ഭൂമിയിലാണ്. When the Almighty God, when he came to this earth, when he came to this world. സർവശക്തനായ ദൈവം കടന്നു വന്നപ്പോൾ അവൻ കടന്നു വന്നത് ഈ ഭൂമിയിലേക്കാണ്. Why did he choose this location to come? എന്തുകൊണ്ടാണ് സർവശക്തനായ ദൈവം ഈ സ്ഥലം തിരഞ്ഞെടുത്തത്? Because his creation, they live in this location. കാരണം എന്തെന്നാൽ ഈ സർവശക്തനായ ദൈവത്തിന്റെ സൃഷ്ടി ഈ ഭൂമിയിലാണ് വസിക്കുന്നത്. He is the one who created man in the beginning. ആദിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് കർത്താവായ യേശു ക്രിസ്തുവാണ്. He is the one who formed man in the beginning. ഈ മനുഷ്യനെ ഓൺ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സ്വയത്തമാക്കിയിരിക്കുന്നത് ഈ ദൈവമാണ്. That's why he loved mankind. ആ ഒരു കാരണം കൊണ്ടാണ് ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നത്. In John chapter number 3 and verse number 16, the Bible says, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു. it says, for God so loved the world. ഈ വാക്യത്തിൽ നമ്മൾ കാണാൻ കഴിയുന്നത് ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. He did not love any other part of the universe, but he loved the world that was on this earth. ഈ പ്രപഞ്ചത്തിന്റെ വേറെ പല സംഗതികളും ഉണ്ടെങ്കിലും യേശു ക്രിസ്തു വളരെയധികം സ്നേഹിച്ചത് ഈ ഭൂമിയെയാണ്. Why did he love this world? എന്തുകൊണ്ടാണ് ഈ ലോകത്തെ അല്ലെങ്കിൽ ഭൂമി ഇത്രമാത്രം സ്നേഹിച്ചത്? Because he loved the people that are in this world. കാരണം എന്തെന്നാൽ ഈ ലോകത്തിലായിരിക്കുന്ന ഓരോ മനുഷ്യനെയും കർത്താവ് യേശു ക്രിസ്തു വളരെയധികം സ്നേഹിക്കുന്നു. He wanted nobody to perish. ഒരു മനുഷ്യനും നഷ്ടപ്പെട്ടു പോകരുത് എന്ന് കർത്താവ് ആഗ്രഹിച്ചിരുന്നു. He wanted nobody to be destroyed. ഒരു മനുഷ്യനും നശിക്കപ്പെടരുത് എന്ന് കർത്താവ് ദൈവം ആഗ്രഹിച്ചിരുന്നു. That's why he came to this world, the Bible says. അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. How did he come? എങ്ങനെയാണ് കർത്താവ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്? Sometimes when people come to visit us, sorry pastor, sometimes when people come to visit us, ചില സന്ദർഭങ്ങളിൽ മനുഷ്യർ നമ്മളെ കാണുവാൻ നമ്മുടെ അടുത്ത് കടന്നു വരുമ്പോൾ, friends or relatives or someone we know, നമ്മുടെ ബന്ധുക്കൾ നമ്മൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു വ്യക്തികൾ നമ്മളെ സന്ദർശിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, one of the questions we ask them is, how did you come? നമ്മൾ ആ വ്യക്തിയോട് ചോദിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ കടന്നു വന്നത് എന്നുള്ള ചോദ്യമാണ്. Did you come by bus? Did you come by train? Did you come by motorcycle? Did you come by car? So we want to know how they came. നിങ്ങൾ ബസ്സിലാണോ, ട്രെയിനിലാണോ, ഒരു കാറിലാണോ, നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ കടന്നു വന്നത് എന്നുള്ള കാര്യമാണ് നമ്മളൊരു വ്യക്തി നമ്മൾ ആദ്യം ചോദിക്കുന്നത്. So when the scripture says Christ Jesus came into this world, we need to know how did he come. അപ്പോൾ വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം പഠിപ്പിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നുള്ളത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് ദൈവം ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് എന്നുള്ളതാണ്. Because when the scripture says God was manifest in the flesh, surely there has to be a way by which the unseen God, the invisible God, the eternal God came into this world. വേദപുസ്തകം ഇപ്രകാരം പഠിപ്പിക്കുന്ന ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു വഴിയുണ്ട് ഈ ദൈവത്തിന് ഈ ജഡത്തിൽ വെളിപ്പെടുന്നു വേണ്ടിയുള്ളത്. ഒരു വഴി അടങ്ങിയിരിക്കുന്നു. And the Bible answers that question also. വിശുദ്ധ വേദപുസ്തകം ഈ ഒരു ചോദ്യത്തിനും ഉള്ള ഉത്തരം നമ്മൾക്ക് നൽകുന്നു. The unseen God, when he manifested into this world, he came in flesh and blood. ഈ അദൃശ്യനായ ദൈവം, ഈ ആർക്കും കാണാൻ പറ്റാത്ത ദൈവം ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ ജഡത്തിലാണ് വെളിപ്പെട്ടത്. He took the human form to come into this world in flesh and blood. മനുഷ്യ സാദൃശ്യമാണ് ഈ കർത്താവ്, ഈ ദൈവം ഈ ഭൂമിയിലേക്ക് നമ്മുടെ ഇടയിൽ വെളിപ്പെടുന്നതിന് വേണ്ടി ഉപയോഗിച്ചത്.
He did not come as a plant. ഒരു ചെടിയായി കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നില്ല. He did not come as an animal. ഒരു മൃഗമായി കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നില്ല. Or he did not come as an angel. ഒരു ദൂതനായി ഒരിക്കലും ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നില്ല. Or he did not come as some kind of a mysterious creature. ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ജീവിയായി ഒരിക്കലും കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നില്ല. But he came into this world just like you and me. നമ്മളെ ഓരോരുത്തരെയും പോലെയാണ് കർത്താവ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. Why did he choose this form? എന്തുകൊണ്ടാണ് നമ്മളുടെ സാദൃശ്യം കർത്താവ് യേശു ക്രിസ്തു എടുത്തത്? Because of all the things that he has created in this world, he loved mankind. എന്തുകൊണ്ടെന്നാൽ യേശു ക്രിസ്തു സൃഷ്ടിച്ച എല്ലാ കാര്യങ്ങളിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു അധികം സ്നേഹിച്ചത് ഈ മനുഷ്യനെയാണ്. He only created everything. എല്ലാം സൃഷ്ടിച്ചത് കർത്താവായ യേശു ക്രിസ്തു ആണെങ്കിലും of all the creation, man was a greater creation to him than everything else. എല്ലാ സൃഷ്ടികളിൽ നിന്ന് മനുഷ്യനായിരുന്നു കർത്താവിന്റെ ഏറ്റവും നല്ല ഒരു സൃഷ്ടി എന്നുള്ളത്. That's why the Bible says in the beginning of the book of Genesis. അതുകൊണ്ടാണ് ഉൽപ്പത്തിയുടെ തുടക്കത്തിൽ ഇപ്രകാരം പറയുന്നു, God created man in his image and after his likeness. കർത്താവ് യേശു ക്രിസ്തു മനുഷ്യനെ സൃഷ്ടിച്ചത് തന്റെ സ്വരൂപത്തിലാണ് കർത്താവ് യേശു ക്രിസ്തു സൃഷ്ടിച്ചത്. He created heavens and the earth. ആകാശവും ഭൂമിയും കർത്താവ് യേശു ക്രിസ്തു സൃഷ്ടിച്ചു. He created the firmaments. ഈ ഭൂമിയിലുള്ള മറ്റു ജീവികളെല്ലാം കർത്താവ് യേശു ക്രിസ്തു സൃഷ്ടിച്ചു. He created so many plants and he created so many animals. He created so many things in this world, but none of them were created in the image and the likeness of God. ഈ കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിലുള്ള ജീവികളെയും മൃഗങ്ങളെയും പല വൃക്ഷങ്ങളെയും സൃഷ്ടിച്ചു. പക്ഷെ ഒരു സൃഷ്ടിയും മനുഷ്യനല്ലാത്ത ഒരു സൃഷ്ടിയും അവന്റെ സ്വരൂപത്തിലായിരുന്നില്ല. But the scripture says when he created man just like him. വേദപുസ്തകം നമ്മൾ ഇപ്രകാരം പഠിപ്പിക്കുന്നു, മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ സ്വന്തം രൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. That is the reason when he came into this world, he came in flesh and blood. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നത് ജഡസ്വഭാവമുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. When you go to the book of Hebrews chapter number 2, എബ്രായർ 2 നമ്മൾ കടന്നു വരുമ്പോൾ and read verse number 14. എബ്രായർക്ക് ലേഖനം 2:14 വാക്യം നമ്മൾ വായിക്കുമ്പോൾ it says, for as much then as the children are partakers of flesh and blood, he also himself likewise took part of the same, that through death he might destroy him that had the power of death, that is the devil. എബ്രായർക്ക് ലേഖനം 2:14 മക്കൾ ജഡരക്തങ്ങളോട് കൂടിയ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. See, here the scripture very clearly says, ഇവിടെ വചനം വളരെ കൃത്യമായി പറയുന്നു, that he chose to come in flesh and blood because we are partakers of flesh and blood. കാരണം ഇവിടെ കർത്താവ് യേശു ക്രിസ്തു ജഡവും രക്തവുമായുള്ള സ്വഭാവത്തിലാണ് കടന്നു വന്നത്. കാരണം തന്റെ മക്കളാകുന്ന നമ്മൾ ജഡരക്തങ്ങളോട് കൂടിയവരായിരുന്നു. So he came into this world. അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നു. He came in flesh and blood. ജഡരക്തത്തോട് കൂടിയായിരുന്നു കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നത്. And finally, the most important thing that we read in 1 Timothy 1:15 is, 1 തിമോഥെയോസിന്റെ ലേഖനം 1:15 വളരെ പ്രധാനമായ ഒരു കാര്യം എന്തെന്നാൽ, it also answers the question as to why he came. ഇവിടെ എന്തിനാണ് കർത്താവ് യേശു ക്രിസ്തു കടന്നു വന്നത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവും ഈ വചനത്തിൽ അടങ്ങിയിരിക്കുന്നു. Many times when people come to visit us, പല സന്ദർഭങ്ങളിലും പല വ്യക്തികളും നമ്മളെ വിസിറ്റ് ചെയ്യാൻ, നമ്മളെ സന്ദർശിക്കാൻ കടന്നു വരുമ്പോൾ, when we see them, at the first time we greet them.
നമ്മൾ ആദ്യം അവരെ കാണുമ്പോൾ നമ്മൾ അവരെ സ്വീകരിക്കും. We exchange good wishes. നമ്മൾ പരസ്പരം നല്ല വിശേഷങ്ങൾ പങ്കിടും. We give them something to drink. നമ്മൾ അവർ കുടിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും നൽകും. And finally we want to know the purpose why they came. ഏറ്റവും ഒടുവിലായി അവർ എന്തിനാണ് നമ്മളുടെ അടുത്തേക്ക് വന്നത് എന്നുള്ള ഒരു കാര്യം നമ്മൾ അറിയാൻ ആഗ്രഹിക്കും. This scripture, ഈ വേദഭാഗം, it even answers that question as to why he came. ഈ വേദഭാഗം എന്തിനാണ് യേശുക്രിസ്തു നമ്മുടെ അടുത്തേക്ക് കടന്നു വന്നുള്ള എന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരം നൽകുന്നു. The reason why he came into this world is to save the sinners. പാപികളായ ഓരോ വ്യക്തികളെയും രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നത്. Many times, പല പ്രാവശ്യവും people think, oh, these Christians have no other business but to say everybody is a sinner, sinner, sinner. പലപ്പോഴും പല വ്യക്തികൾ ഇപ്രകാരം പറയും, ഈ ക്രിസ്ത്യാനികളായിരിക്കുന്ന വ്യക്തികൾക്ക് വേറെ ഒരു പണിയുമില്ല, എല്ലാവരും പാപികളാണെന്ന് പറഞ്ഞു നടക്കുന്നതിനാൽ. They think if you find any sinner, just go and tell this message to that sinner. Why you tell everybody that everyone is a sinner? പലപ്പോഴും പല വ്യക്തികൾ നമ്മളോട് ഇപ്രകാരം ചോദിക്കും, നിങ്ങളൊരു പാപിയെ കാണുമ്പോൾ മാത്രം ഈ വചനം പറഞ്ഞാൽ പോരെ, എന്തുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരുടെ അടുത്ത് ചെല്ലുമ്പോഴും ഈ വചനം പറയുന്നത്? See, we don't say it, but the scriptures say, and we believe what the scriptures say. നമ്മളെല്ലാം പറയുന്നത്, പക്ഷെ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു, വേദപുസ്തകം വളരെ കൃത്യമായി പറയുന്നു. The Bible says all have sinned and come short of the glory of God. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സ് നഷ്ടപ്പെട്ടവരായി ഈ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. That's what the Bible says in the book of Romans. റോമർക്കെഴുതിയ ലേഖനത്തിൽ വചനം പഠിപ്പിക്കുന്ന ആ ഒരു കാര്യമാണ്, ഈ ലോകത്തിലെ എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സ് നഷ്ടപ്പെടുത്തി എന്നുള്ള കാര്യം. All have sinned. എല്ലാവരും പാപം ചെയ്തിരിക്കുന്നു. See, we need to understand what is sin. നമ്മൾ വളരെ അറിയേണ്ടുന്ന ഒരു കാര്യം എന്നാൽ എന്താണ് പാപം. Many times when we say sin, we think it is only the actions or the acts of sin is the real sin. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഈ പാപം എന്നുള്ളത് അതൊരു പ്രവൃത്തിയാണ്, അത് ആ ഒരു പ്രവർത്തനം മാത്രമാണ് പാപം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. One time a man of God, he asked a question to the congregation. ഒരു സമയത്ത് ഒരു ദേവദാസൻ ഒരു സമൂഹത്തോട് പ്രകാരം ചോദിക്കാനിടയായി. He asked his people, he said, what is sin? ആ മനുഷ്യൻ തന്റെ ജനത്തോട് പ്രകാരം ചോദിച്ചു, എന്താണ് പാപം? Many people, they raised their hands. പല വ്യക്തികളും അവരുടെ കരങ്ങളെ ഉയർത്തി. Somebody said drinking is sin. ഒരു വ്യക്തി പറഞ്ഞു കുടിക്കുന്നത് പാപമാണെന്ന് പറഞ്ഞു. The other person said smoking is sin. വേറൊരു വ്യക്തി പറഞ്ഞു പുകവലിക്കുന്നത് പാപമാണെന്ന് പറഞ്ഞു. And the third person said murder is sin. വേറൊരു വ്യക്തി പറഞ്ഞു കൊല ചെയ്യുന്നത് പാപമാണെന്ന് പറഞ്ഞു. Fourth person said lying is sin. നാലാമത്തെ ഒരു വ്യക്തി പറഞ്ഞു താൻ എന്താ പറയാ കള്ളത്തരം പറയുന്നതാണ് ഒരു പാപം എന്ന് പറഞ്ഞു. Another person said adultery is sin. വേറൊരു പറഞ്ഞു വ്യഭിചാരം ചെയ്യുന്നതാണ് പാപം എന്ന് പറഞ്ഞു. See, there is no doubt that these are sin, but these are the effects of sin or actions of sin. ഒരു സംശയമില്ല, ഈ പറഞ്ഞ 5 കാര്യങ്ങൾ പാപം തന്നെയാണ്. പക്ഷേ ഈ 5 കാര്യങ്ങൾ ഒരു പാപത്തിന്റെ ഒരു അനന്തര ഫലമാണ്. So we all need to know what is the root of sin. നമ്മൾക്ക് എല്ലാവർക്കും വളരെ സ്പഷ്ടമായി അറിയേണ്ടുന്ന ഒരു കാര്യം എന്തെന്നാൽ ഈ പാപത്തിന്റെ വേര് അല്ലെങ്കിൽ ഇതിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യം എന്തെന്നാൽ we need to know where lies the root of sin. എവിടെയാണ് ഈ പാപത്തിന്റെ വേര് അടങ്ങിയിരിക്കുന്നത് എന്നാണ് നമ്മൾ അറിയേണ്ടത്. See, the Bible says all have sinned. ബൈബിൾ പറയുന്നു എല്ലാവരും പാപം ചെയ്തിട്ടുണ്ട്. It means there should be a root of sin in everyone's life. അത് കാണിക്കുന്നത് ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ ഈ പാപത്തിന്റെ ഒരു വേര് ഉണ്ട് എന്നുള്ള കാര്യമാണ്. What is a root? എന്താണ് ആ ഒരു പാപത്തിന്റെ വേര്? That root is not an action, that root is a nature. ആ വേര് എന്നുള്ളത് ഒരു പ്രവർത്തനമല്ല, ആ വേര് എന്നുള്ളത് ഒരു സ്വഭാവമാണ്. So because the nature of sin is there in a person, he commits the action of sin. ഒരു പാപ സ്വഭാവം ഒരു വ്യക്തിയിൽ ഉള്ളത് കൊണ്ടാണ് അവൻ പാപം ചെയ്യുന്നത്. So how did this nature come? ആ ഒരു പാപ സ്വഭാവം എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്? Do you know
what has to happen for us to have sin nature? നിങ്ങൾക്കറിയാമോ ഒരു പാപ സ്വഭാവം നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത്? We just have to be born. നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചാൽ മാത്രം മതി നമുക്കൊരു പാപ സ്വഭാവം ഉണ്ടാകുവാൻ. The scripture says in Psalm number 51, സങ്കീർത്തന പുസ്തകം 51-ാം അധ്യായത്തിൽ ഇപ്രകാരം വേദപുസ്തകം പറയുന്നു. and verse number 5 it says, 5-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, in sin did my mother conceive me. പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. So we are sinners not just because we are committing sin in our life. നമ്മൾ പാപം ചെയ്യുന്നത് കൊണ്ടല്ല നമ്മൾ പാപി എന്ന് പറയുന്നത്. We are sinners because that is the nature by which we were born as a little child. നമ്മൾ ഒരു പൈതലായി നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചപ്പോൾ നമ്മൾ ഒരു പാപ സ്വഭാവമായിട്ടാണ് ഈ ഭൂമിയിലേക്ക് ജനിച്ചത്. See, we did not decide our birth. നമ്മളല്ല നമ്മുടെ ജനനത്തെ നമ്മൾ തീരുമാനിച്ചത്. Somebody else decided our birth. വേറെ ചിലരാണ് നമ്മളുടെ ഈ ജനനത്തെ കുറിച്ച് ചിന്തിച്ചത്. But when we were born into this world, പക്ഷെ നമ്മൾ ഈ ഭൂമിയിലേക്ക് നമ്മൾ ജനിക്കപ്പെട്ടപ്പോൾ we were born with the nature of sin. നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിക്കപ്പെട്ടപ്പോൾ നമ്മൾ ഒരു പാപ സ്വഭാവമായിട്ടാണ് ഈ ഭൂമിയിലേക്ക് ജനിച്ചത്. That is why when a child is born and is growing up, അതുകൊണ്ടാണ് ഒരു പൈതൽ ഈ ഭൂമിയിലേക്ക് ജനിച്ചു ഒരു വളരുന്ന സമയം we do not send the children to school to learn how to sin. അതുകൊണ്ടാണ് നമ്മൾ ഒരു പൈതലിനെയും സ്കൂളിലേക്ക് പാപം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പഠിപ്പിക്കുന്നതിന് വേണ്ടി സ്കൂളിലേക്ക് അയക്കാത്തത്. It automatically comes. അത് തനിയെ വരുന്ന ഒരു കാര്യമാണ്. It reveals in its speech. അത് അതിന്റെ സംസാരത്തിൽ ആ പാപ സ്വഭാവം പുറത്തു കടന്നു വരും. It is revealed in its actions. അത് നമ്മുടെ പ്രവൃത്തിയിലൂടെ പാപ സ്വഭാവം കടന്നു വരും. More and more it grows, the more and more the sinful things come out of its life. വളരും തോറും ആ പാപ സ്വഭാവം അധികമായി നമ്മളിൽ നിന്ന് ഉടലെടുക്കുവാൻ തുടങ്ങും. See, that is the reason Christ Jesus came into this world. ആ ഒരു കാരണം കൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. To save us from the sin nature. ഈ പാപ സ്വഭാവമുള്ള ഓരോ വ്യക്തികളെയും ഈ സ്വഭാവത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നത്. To redeem us from sin. ഈ പാപത്തിൽ നമ്മളെ വിടുവിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം ഭൂമിയിലേക്ക് കടന്നു വന്നത്. That was his primary purpose. അതായിരുന്നു കർത്താവ് യേശു ക്രിസ്തുവിന്റെ വളരെ പരമപ്രധാനമായ ഉദ്ദേശം. Because man was originally created in the image and in the likeness of God. കാരണം ഈ മനുഷ്യൻ ആദ്യമേ സൃഷ്ടിച്ചത് കർത്താവിന്റെ സ്വരൂപത്തിലും വെളിച്ചത്തിലും ഒക്കെ ആണെങ്കിലും but because of committing sin, പക്ഷേ ഈ പാപ സ്വഭാവം അല്ലെങ്കിൽ ഈ പാപം ചെയ്യുന്നത് മൂലം because of receiving the sin nature that came from the devil, ഈ പിശാചിനാൽ നിന്ന് ലഭിച്ച ഈ പാപ സ്വഭാവം ജനിക്കുമ്പോൾ തന്നെ നമ്മളിൽ ഉണ്ടാകുന്നത് കൊണ്ട് he began to sin in his life. ആ ഒരു സ്വഭാവം നമ്മൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ പാപം ചെയ്യുന്നത്. And that is why God who created man, അതുകൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ he came into this world in flesh and blood in the form of Jesus Christ. ജഡരക്തമുള്ള ഒരു സ്വഭാവം ആയിട്ടാണ് കർത്താവ് യേശു ക്രിസ്തു ഈ പാപ സ്വഭാവം ഉള്ളത് കൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ ഇടയിൽ കടന്നു വന്നത്. To pay the price sins. To pay the price for our sins. നമ്മുടെ പാപത്തിന്റെ ശമ്പളമായിട്ടാണ് കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നത്. To shed his blood for our sins. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവ് യേശു ക്രിസ്തു തന്റെ രക്തം ചിന്തിയത്. Because without the shedding of blood there is no remission for sins. കാരണം എന്തെന്നാൽ ഈ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ ഒരു വിമോചനവുമില്ല. The blood has to be shed. ഈ രക്തം ചൊരിയപ്പെടേണ്ടതാണ്. A spirit God cannot shed the blood. ഒരു ആത്മാവായിരിക്കുന്ന ദൈവത്തിന് ഒരിക്കലും തന്റെ രക്തത്തെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുവാൻ കഴിയുകയില്ല. That's why the Spirit God came in flesh and blood so that he can shed the blood and pay the price for our sins.
അതുകൊണ്ടാണ് ആത്മാവായ ദൈവം ഈ ഭൂമിയിലേക്ക് ജഡരക്ത സ്വഭാവമുള്ള വ്യക്തിയെ കടന്നു വന്നതും തന്റെ രക്തത്തെ മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി കൊടുത്തത്. That's why when he came into this world 2000 years before, അതുകൊണ്ടാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നത്. he lived a righteous life on this earth. ഈ ഭൂമിയിൽ നീതിമാനായിട്ടാണ് കർത്താവ് യേശു ക്രിസ്തു ജീവിച്ചത്. Because he was not born with sin nature. കാരണം എന്തെന്നാൽ കർത്താവ് യേശു ക്രിസ്തു ഒരിക്കലും ജനിച്ചത് ഒരു പാപ സ്വഭാവമായിട്ടായിരുന്നില്ല. He was born with a righteous nature. കർത്താവ് യേശു ക്രിസ്തു ഒരു നീതിയുള്ള സ്വഭാവമായിട്ടാണ് കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചത്. Because he was word made flesh. കാരണം എന്തെന്നാൽ വചനം ദൈവമായി തീർന്നു. But he died for us. പക്ഷേ ഈ ദൈവം നമ്മൾക്ക് വേണ്ടി മരിച്ചു. He shed each and every drop of his blood on this earth just to save us from sin. ഓരോ ചോരക്കണങ്ങളും കർത്താവ് യേശു ക്രിസ്തു നമ്മൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ കൊടുത്തു. He was buried. കർത്താവ് യേശു ക്രിസ്തു അടക്കപ്പെട്ടു. And on the third day he rose again. മൂന്നാം നാൾ കർത്താവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. And he is still living today. ഈ സമയവും കർത്താവ് യേശു ക്രിസ്തു നമ്മളുടെ കൂടെ ജീവിക്കുന്നു. That is why he is speaking these words of life to your hearts. ആ ഒരു കാരണം കൊണ്ടാണ് ഈ ജീവനുള്ള ഈ വചനങ്ങൾ കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ ഇടയിൽ ഇന്ന് നമ്മൾക്ക് നൽകുന്നത്. Jesus Christ is the only way to escape sin. ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരേ ഒരു വഴി കർത്താവ് യേശു ക്രിസ്തുവാണ്. The Bible says the wages of sin is death. പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. But Christ came പക്ഷേ ദൈവം കടന്നു വന്നു to redeem us from sin and death. ഈ പാപത്തിൽ നിന്നും ഈ മരണത്തിൽ നിന്നും നമ്മളെ വിടുവിക്കുന്നതിന് വേണ്ടി. And give us his life, his eternal life, his abundant life. ഈ ശാശ്വതമായ അല്ലെങ്കിൽ നിലനിൽക്കുന്നതായിട്ടുള്ള ഈ ജീവൻ അല്ലെങ്കിൽ നമ്മൾക്ക് കർത്താവ് യേശു ക്രിസ്തു നൽകി. He not only forgave our sins, but he gave us the power to live a life on this earth without sin. പാപത്തിൽ നിന്നൊരു വിടുതൽ മാത്രമല്ല അല്ലെങ്കിൽ നമ്മളെ രക്ഷിക്കുക മാത്രമല്ല കർത്താവ് യേശു ക്രിസ്തു ചെയ്തത്, മറിച്ച് ഈ ഭൂമിയിൽ നമ്മൾ വിജയമായി ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തിയും കർത്താവ് യേശു ക്രിസ്തു നമ്മൾക്ക് നൽകി. When we receive this message of Jesus Christ, ഈ കർത്താവ് യേശുവിന്റെ സന്ദേശം നമ്മൾ സ്വീകരിക്കുമ്പോൾ, when we believe in the message of cross, ഈ ക്രൂശിന്റെ വചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ, when we believe that he died for me, he was buried for me, and he rose again from the dead for me. കർത്താവ് യേശു ക്രിസ്തു നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് മരിച്ചതും കർത്താവ് യേശു ക്രിസ്തു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് നമ്മൾ വിശ്വസിക്കുമ്പോൾ, our old life is completely destroyed and he gives us a new life. നമ്മളുടെ ഈ ജീവിതം പൂർണ്ണമായും നമ്മൾ നഷ്ടപ്പെടുത്തി കർത്താവ് യേശു ക്രിസ്തു നമ്മൾക്ക് നല്ല ഒരു പുതുജീവൻ നമ്മൾക്ക് നൽകുവാനിടയാകും. Our old nature is completely destroyed and he gives us a new nature. നമ്മുടെ സ്വയസിദ്ധമായിട്ടുള്ള നമ്മുടെ സ്വഭാവം ത്യജിച്ച് നമ്മൾ കർത്താവായ യേശു ക്രിസ്തു നമ്മൾക്ക് ഒരു പുതിയ കർത്താവിന്റെ സ്വഭാവം നമ്മൾക്ക് നൽകുവാനിടയാകും. That's why the Holy Spirit of God, he is delivering this message to this earth for the past 2000 years. അതുകൊണ്ടാണ് കഴിഞ്ഞ 2000 വർഷങ്ങളുമായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മാവ് ഈ സന്ദേശം നമ്മളുടെ ഇടയിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. From the day of Pentecost, from the time that Apostle Peter was preaching, this message is still being preached. പെന്തക്കോസ്ത് നാൾ മുതൽ അപ്പോസ്തലനായ പത്രോസ് പ്രസംഗിച്ചു തുടങ്ങുന്നത് മുതൽ ഈ സമയം വരെയും ഈ രക്ഷയുടെ സന്ദേശം ഇന്നും പ്രതിഫലിക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. It is the will of God that no one should perish. ദൈവത്തിന്റെ ആഗ്രഹമാണ് ഒരു വ്യക്തിയും നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളത്. It is the will of God that everyone should be saved and come into the knowledge of the truth. എല്ലാ വ്യക്തിയും രക്ഷിക്കപ്പെട്ട് ഈ സത്യവചനം സ്വീകരിക്കണം എന്നുള്ളത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ ആഗ്രഹമാണ്. It doesn't matter who we are or what we are, where we are and how we are. It is a fact that when we were born into this world in this flesh and blood, we were born as sinners with sin nature. നമ്മൾ ആരുമായിക്കൊള്ളട്ടെ, നമ്മൾ ഏത് നിറത്തിലുള്ളവരായിക്കൊള്ളട്ടെ, ഏത് സ്വഭാവത്തിലുള്ളവരായിക്കൊള്ളട്ടെ,
ഒരു കാര്യം എന്തെന്നാൽ നമ്മൾ ഈ ഭൂമിയിലേക്ക് നമ്മൾ ഉരുവായപ്പോൾ, നമ്മൾ ജഡരക്തമായി നമ്മൾ ഭൂമിയിലേക്ക് വന്നപ്പോൾ നമ്മൾ പാപ സ്വഭാവമായിട്ടാണ് നമ്മൾ കടന്നു വന്നത്. Only by receiving the message of salvation, message of the cross and what Christ Jesus did for us, we will be able to destroy that sin nature and have the righteous nature that he gives us. ഈ രക്ഷയുടെ സന്ദേശം, ഈ ക്രൂശിന്റെ സന്ദേശം നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് ഈ പാപ സ്വഭാവത്തിൽ നമ്മൾക്കൊരു വിടുതലും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നീതിയുള്ള ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ കടന്നു വരാൻ കഴിയുന്നത്. And if we believe this message, we've got to respond to this message. ഈ വചനം നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ, നമ്മൾ ഈ വചനത്തെ നമ്മൾ സ്വീകരിക്കുന്നുവെങ്കിൽ, നമ്മൾ തീർച്ചയായിട്ടും ഇതിനോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഇതിനോട് ഒരു മറുപടി നമ്മൾ നൽകണം. See, without responding, we cannot say we are believing something. ഒരു മറുപടി ഇല്ലാതെ നമ്മൾക്ക് ഒരിക്കലും നമ്മൾ ഒരു വചനം സ്വീകരിച്ചു അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ചു നമ്മൾക്ക് പറയുവാൻ കഴിയുകയില്ല. On the day of Pentecost, thousands of people heard this kind of message. ഈ പെന്തക്കോസ്ത് നാളിൽ അനേകായിരങ്ങൾ ഈ വചനത്തെ അവർ കേൾക്കുവാനിടയായി. The same Holy Spirit that is speaking to us now, he spoke through a man called Apostle Peter to the thousands of people that were gathered in Jerusalem. നമ്മളോട് ഈ സമയം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അതേ അഭിഷേകമാണ് അപ്പോസ്തലനായ പത്രോസിലൂടെ പെന്തക്കോസ്ത് നാളിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. Many people heard it. പലരും ഈ വചനത്തെ കേട്ടു. And the Bible says they were pricked in their hearts. അവരവരുടെ ഹൃദയത്തിൽ ഒരു സംശയമുണ്ടായി, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, വ്യസനിച്ചു. They realized they had the sin nature. അവർക്ക് അവരുടെ ഉള്ളിൽ ഒരു കുത്തുകൊണ്ടു അവർ പാപ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത്. They realized that they were living their life as a slave to sin. അവർക്ക് മനസ്സിലാകുവാൻ കഴിഞ്ഞു അവർ പാപത്തിന് അടിമയായാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്നുള്ള കാര്യം. That is why they asked the apostles, men and brethren, what do we have to do? അതുകൊണ്ടാണ് അവർ അപ്പോസ്തലനായ പത്രോസിനോട് ചോദിച്ചത്, സഹോദര, ഞങ്ങൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന്. The apostles told them by the inspiration of the Holy Spirit. അപ്പോസ്തലന്മാർ ഇപ്രകാരം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ഇപ്രകാരം പറഞ്ഞു. They said, repent. മാനസാന്തരപ്പെടുക. Repent means change your mind. മാനസാന്തരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിനെ മാറ്റുക എന്നുള്ളൊരു കാര്യമാണ്. Make a decision. ഒരു ഡിസിഷൻ നമ്മളുടെ ഇടയിൽ എടുക്കുക. Make a decision to turn from the wrong way to the right way. ഒരു തെറ്റായ രീതിയിൽ നിന്ന് കറക്റ്റായ ശരിയായിട്ടുള്ള രീതിയിലേക്കുള്ള ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കുക. Take a decision to turn from the ways of death to the ways of life that Jesus Christ offers. മരണത്തിന്റെ വഴിയിൽ നിന്ന് കർത്താവ് യേശു ക്രിസ്തു നമ്മൾക്ക് നൽകുന്ന ജീവനുള്ള വഴിയിലേക്കുള്ള ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള തീരുമാനം എടുക്കുക. Be baptized in the name of the Lord Jesus Christ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുക. Then you shall receive the gift of the Holy Ghost. നിങ്ങൾ സ്നാനപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ദാനമായ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. And then we continue to live a godly life until the end. ആ സമയം മുതൽ നമ്മളുടെ അവസാനം വരെ നമ്മൾ ഈ വിശുദ്ധ ജീവിതം നമ്മൾക്ക് നയിക്കുവാൻ കഴിയും. Because we are living in the very last days. കാരണം എന്തെന്നാൽ നമ്മൾ ഈ അവസാന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. The Bible very clearly says all things that are happening in this world, it is a prophecy. It's a fulfillment of the prophecy before the return of the Lord Jesus Christ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിനുള്ള മുന്നോടിയായി നടക്കുന്ന പല വാഗ്ദത്തങ്ങളും പല പ്രവചനങ്ങളുമാണ് ഈ ഭൂമിയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. We can live with him forever and ever and ever throughout the eternity. Only by giving our lives to Christ and Christ alone. നമ്മുടെ ജീവിതം ഈ കർത്താവ് യേശു ക്രിസ്തുവിന് നമ്മൾ കൊടുത്താൽ നമ്മളുടെ ഇനിയുള്ള അനേകായിരം വർഷങ്ങൾ നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിനോട് കൂടി നമുക്ക് ജീവിക്കാൻ കഴിയും. It doesn't matter who you are or what you are. നമ്മൾ ആരുമായി കൊള്ളട്ടെ, the message, the gospel, the message about salvation and Jesus Christ is for everyone. ഈ രക്ഷയുടെ സന്ദേശം എന്നുള്ളത് എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ്. It is his desire, his will that no one should perish.
കർത്താവ് യേശുക്രിസ്തുവിന്റെ ആഗ്രഹമാണ് ഒരു വ്യക്തിയും നഷ്ടപ്പെട്ടു പോകരുത്, നശിച്ചു പോകരുത് എന്നുള്ളത്. See, if we have heard this message once in our life, then we have a responsibility to respond to this message. ഈ ഒരു രക്ഷയുടെ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു സന്ദേശത്തിനോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യലും അല്ലെങ്കിൽ നമ്മൾ ഇതിനോട് പ്രതികരിക്കണം. The Spirit of God is so gracious that He wants everybody to hear this. കർത്താവ് യേശുക്രിസ്തുവിന്റെ ആത്മാവ് വളരെ കൃപയോടുകൂടെ, വളരെ സ്നേഹത്തോടുകൂടെ എല്ലാവരും ഈ വചനം കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നു. That's why this message is being proclaimed for the last 2000 and odd years. അതുകൊണ്ടാണ് കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ടും ഈ രക്ഷയുടെ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കപ്പെടുന്നത്. But it is our responsibility to respond to it. ഈ രക്ഷയുടെ സന്ദേശത്തിനോട് പ്രതികരിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം നമ്മളുടെ ഓരോരുത്തർക്കും ഉണ്ട്. Some people may neglect it. ചിലപ്പോൾ ചിലർ അതിനെ ഉപേക്ഷയായി എണ്ണിയേക്കാം. But they must understand there is coming a day that they have to answer for rejecting it. ഉപേക്ഷയായി സ്വീകരിക്കുന്ന വ്യക്തികൾ അറിയേണ്ടുന്ന ഒരു കാര്യം എന്തെന്നാൽ ഒരു ദിവസം അവരുടെ ജീവിതത്തിൽ കടന്നു വരും എന്തുകൊണ്ടാണ് അവർ ഈ വചനത്തെ ഉപേക്ഷിച്ചു എന്നുള്ള കാര്യത്തിന് വേണ്ടി. Some may respond immediately. നമ്മൾക്ക് ഒരുപക്ഷെ ഉടനടി നമ്മൾക്ക് ഇതിനെക്കുറിച്ച് നമ്മൾക്ക് പ്രതികരിക്കാൻ പറ്റിയില്ലായിരിക്കാം. Some people may say tomorrow we'll see, afterwards we'll see. ചിലർ പറയും നമ്മൾ ഒരുപക്ഷെ നമ്മൾക്ക് നാളെ നോക്കാം അല്ലെങ്കിൽ മറ്റന്നാൾ അല്ലെങ്കിൽ പിന്നെ ഒരിക്കലെങ്കിലും നമ്മൾ ഈ രക്ഷയുടെ സന്ദേശത്തിന് നമ്മൾ പ്രതികരിക്കാമെന്ന് ചിലർ പറഞ്ഞേക്കാം. But God Almighty says we should not delay the decision that we need to take. നമ്മൾ എടുക്കേണ്ടുന്ന തീരുമാനം ഒരിക്കലും വൈകി പോകരുത് എന്നാണ് കർത്താവ് യേശുക്രിസ്തു ആഗ്രഹിക്കുന്നത്. Should not postpone the obedience to the message. ഈ തീരുമാനം നമ്മൾ എടുക്കാൻ പോകുന്ന തീരുമാനം ഒരിക്കലും ഒരു അടുത്ത ദിവസത്തേക്ക് അല്ലെങ്കിൽ പിന്നീട് ഒരിക്കലേക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കരുത്. The scripture says now is the accepted time. ബൈബിൾ ഇപ്രകാരം പഠിപ്പിക്കുന്നു, ഇതാകുന്നു സമയം. Today is the day of salvation. ഇന്നാകുന്നു രക്ഷയുടെ ദിനം. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Gracious Father, we thank you for this evening. കർത്താവ് യേശുക്രിസ്തു ഞങ്ങൾ ഈ രാത്രിക്ക് വേണ്ടി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. Thank you, Lord, for the opportunity that you gave us to hear the message of salvation about Christ and what you did for us on the cross. കർത്താവ് രക്ഷയുടെ സന്ദേശവും കർത്താവ് അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തതും ക്രൂശിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്തെ കുറിച്ചുള്ള സന്ദേശം അറിയിക്കുവാൻ ഞങ്ങൾക്ക് ഒരു അവസരം നൽകിയതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. Thank you, Lord God, for choosing to come into this world because you loved each and every one of us. കർത്താവ് ഞങ്ങളെ ഓരോരുത്തരും സ്നേഹിച്ചതുകൊണ്ട് ഈ ഭൂമിയിൽ കടന്നു വരുന്നതിന് വേണ്ടി കർത്താവ് അങ്ങ് കാണിച്ച മനസ്സിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. Thank you, Lord, for dying for us. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചതിനാൽ കർത്താവ് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. Thank you, Lord, you were buried and you rose again for us and you are still living today. കർത്താവെ അങ്ങ് അടക്കപ്പെട്ടു, അങ്ങ് ഉയർത്തെഴുന്നേറ്റു, ഇന്നും ഞങ്ങളുടെ കൂടെ ജീവിക്കുന്നതിനാൽ കർത്താവ് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. Still speaking to the hearts of the people. ഇന്നും അനേകരുടെ ജീവിതത്തിലൂടെ സംസാരിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. Father, we pray that you will do the great work in their heart. കർത്താവെ വളരെ അതിശക്തമായ കാര്യങ്ങൾ ഞങ്ങളുടെ മനസ്സിലൂടെ ചിന്തകളിലൂടെ അങ്ങ് ചെയ്യുവാൻ പോകുന്നതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. Help the hearts to receive and accept and submit to this message that you have spoken into their hearts. അനേക ഹൃദയങ്ങളിൽ കർത്താവ് ഈ വചനം അവർ സ്വീകരിക്കുവാനും അവർ ഇതൊരു തീരുമാനത്തിലേക്ക് കടന്നു വരുവാനും ഒരു മറുപടി നൽകുവാനും കർത്താവെ അനേകരുടെ ഹൃദയങ്ങളെ കർത്താവ് ഒരുക്കണമേ. Lord, you know everyone. You know the hearts of your people. എല്ലാവരുടെ ഹൃദയത്തെ കർത്താവ് അങ്ങേക്ക് അറിയാമല്ലോ. You are an omniscient God, all-knowing God. Nothing is hidden from you. കർത്താവ് അങ്ങേക്ക് എല്ലാം അറിയാമല്ലോ, ഒരു കാര്യം പോലും അങ്ങേക്ക് മറഞ്ഞിരിക്കുന്നതായിട്ടില്ലല്ലോ കർത്താവേ. Pray that you will draw them closer to you. കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ വ്യക്തികളെ കർത്താവ് അങ്ങയുടെ അടുക്കിലേക്ക് എത്തിക്കുമെന്നുള്ളത്. You will help the people to submit themselves so that they can be pulled towards you and your love and your grace. കർത്താവെ അങ്ങ് ആ വ്യക്തികളെ സ്നേഹിക്കുന്നതിനാലും അവരുടെ പാപങ്ങളെ കർത്താവെ അവർക്ക് സബ്മിറ്റ് ചെയ്യുവാനും അവർക്ക് അങ്ങയുടെ മുമ്പിൽ വെക്കുവാനും കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Every work of the devil that is trying to stop your people from responding, we rebuke it in the name of Jesus. പിശാച് ഈ വചനത്തെ കർത്താവെ ഹല്ലേലൂയ റെസ്പോണ്ട് ചെയ്യുവാനും ഹല്ലേലൂയ പ്രതികരിക്കുന്നതിൽ നിന്ന് പിശാച് ഈ
ഈ ബാധിക്കുന്ന ഓരോ പിശാചിന്റെ പ്രവർത്തനങ്ങളെയും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ത്യജിക്കുന്നു, ഞങ്ങൾ ശാസിക്കുന്നു. We thank you, Lord, for doing the work that you alone can do in the lives of your people. കർത്താവെ, അനേകരുടെ ജീവിതത്തിൽ അങ്ങേക്ക് മാത്രം ചെയ്യുവാൻ പറ്റുന്ന കാര്യങ്ങളെ ഓർത്ത് കർത്താവ് ഞങ്ങൾ നന്ദി പറയുന്നു. We declare that all the glory, honor and power belong to you and you alone. എല്ലാ ശക്തിയും മാനവും മഹത്വവും കർത്താവെ അങ്ങേക്ക് മാത്രമുള്ളതാണ്. For we ask all of this wonderful blessings in the precious name of the Lord Jesus Christ. യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ ഞങ്ങൾ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. God bless you. ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. Amen. Thank you, Pastor. Hallelujah. യേശുവേ രക്ഷാദായകാ, നിന്റെ സന്നിധി വരുന്നു, എന്റെ പാപഭാരവുമായി വല്ലഭ ഏകോ രക്ഷയേ, എന്റെ പാപഭാരവുമായി വല്ലഭ ഏകോ രക്ഷയേ. ഉന്നതി വെടിഞ്ഞവനേ, മണ്ണിൽ താണു വന്നവനേ, ഉന്നതി വെടിഞ്ഞവനേ, മണ്ണിൽ താണു വന്നവനേ, എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കൽ ജീവനെ തന്നത്, എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കൽ ജീവനെ തന്നത്. പാപം ചെയ്തിടാത്തവനെ, പരീക്ഷീണനായവനെ, പാപം ചെയ്തിടാത്തവനെ, പരീക്ഷീണനായവനെ, എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കൽ ദാഹിച്ചു കേണത്, എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കൽ ദാഹിച്ചു കേണത്. ശാപരോഗമേറ്റവനെ, പാപമായി തീർന്നവനെ, ശാപരോഗമേറ്റവനെ, പാപമായി തീർന്നവനെ, എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കൽ പാടുകൾ ഏറ്റത്, എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കൽ പാടുകൾ ഏറ്റത്. എന്റെ രോഗം നീ വഹിച്ചു, എന്റെ ശാപം നീക്കി മുറ്റും, എന്റെ രോഗം നീ വഹിച്ചു, എന്റെ ശാപം നീക്കി മുറ്റും, നിനക്കായിട്ടെന്നും ഞാനിനി ജീവിക്കും നിശ്ചയം, നിനക്കായിട്ടെന്നും ഞാനിനി ജീവിക്കും നിശ്ചയം. സ്വീകരിക്കായെന്നെ
ആത്മദേഹിദേഹത്തെയും സ്വീകരിക്കായെന്നെ ഇന്ന് ആത്മദേഹിദേഹത്തെയും തരുന്നു നിൻ കൈകളിൽ തീർക്കായെന്നെ നിന്റെ ഹിതം പോൽ തരുന്നു നിൻ കൈകളിൽ തീർക്കായെന്നെ നിന്റെ ഹിതം പോൽ